നിതിൻ രാജിന്റെ സഹോദരി നികിത അല്പം ആശ്വാസമായ ഒരു വാർത്തയായല്ലേ ഇത് കേൾക്കുന്നത്. ഡോക്ടർ റാമിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ദാ ഇപ്പോൾ കുടകിൽ നിന്ന് പൊക്കിയിരിക്കുന്നു, കണ്ണൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് നികിത. നികിത കേൾക്കാമോ? മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ നിന്നും നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉണർന്നത്. നേരത്തെ വേണമെങ്കിൽ ഈ പോലീസിന് പിടിക്കാമായിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ? അതെ സാർ പോലീസിന്റെ അനസ്ഥ കാരണം തന്നെയാണ് ഇത്രയും ഇന്ന് 100ാമത്തെ ദിവസമാണ്, ഈ മരിച്ചിട്ട് 100ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം വരെ വൈകിട്ടുള്ളത് പോലീസ് തന്നെയാണ് ഇത്രയും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന് വേണം പറയാൻ. ഓക്കെ, മാത്രമല്ല കണ്ണൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ആ സമയം പോലീസ് പാഴാക്കി, തെളിവുകൾ പോലും ആ ഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു അല്ലേ? അതെ സാർ, അതെ. ഡോക്ടർ റാമിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണ പയ്യൻ എന്തിനാണ് പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും റാമിന് വന്നിരുന്നത്. അതുപോലെ പോലീസും അയാളെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് 100ാമത്തെ ദിവസമാണ്. ഈ 100ാമത്തെ ദിവസം വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ അല്പം ആശ്വാസമില്ലേ നികിത? അതെ സാർ, അതെ. ഓക്കെ, താങ്ക് യു നികിത. ഇതിൽ ഒരു കാര്യം കൂടി നികിത, ഈ ഡോക്ടർ റാം മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. റാം മാത്രമല്ല, ഇനി മറ്റ് അധ്യാപകരെയും കൂടെ ഞങ്ങൾ ഇനി പുറത്ത് കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു നികിത. ഞങ്ങളും ഒപ്പം ഉണ്ടാവും. താങ്ക് യു നികിത. അപ്പോൾ നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയിരിക്കുന്നത് ഡോക്ടർ MK റാം ആണ് എന്നുള്ളതാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഡോക്ടർ റാം മാത്രമല്ല, ബാക്കിയുള്ള അധ്യാപകർക്കെതിരെയും പരാതി ഉണ്ടായിരുന്നു. ഇതിൽ ഡോക്ടർ റാം നോക്കൂ, ഇന്നത്തെ ദിവസം സഹോദരി പറയുന്നത് പോലെ 100ാമത്തെ ദിവസമാണ്. ഈ കേസിൽ നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത് 100ാമത്തെ ദിവസം മാത്രമാണ് പ്രധാന പ്രതിയായ ഡോക്ടർ MK റാമിനെ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലെങ്കിൽ, ആ അർത്ഥത്തിലില്ലെങ്കിൽ പോലും അങ്ങനെ ഒളിച്ചു കഴിയാൻ എങ്ങനെ സാധിച്ചു ഈ പോലീസിന്റെ കണ്ടുവെട്ടിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് കോടതിയും ചോദിച്ചത്. പോലീസിന് വേണമെന്ന് വെച്ചാൽ ഇയാളെ പിടിക്കാം, പക്ഷെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചത് കോടതി തന്നെയാണ്. അപ്പോൾ പോലീസിന്റെ പിന്തുണ ഉണ്ടായിരുന്നോ MK റാമിനെന്ന് കുടുംബം സ്വാഭാവികമായും സംശയിക്കും. 100ാമത്തെ ദിവസം ഇതാ ക്രൈംബ്രാഞ്ച് പൊക്കിയിരിക്കുന്നു MK റാമിനെ കുടകിൽ നിന്ന്. ഇപ്പോൾ അർജുൻ കല്യാണുണ്ട്. അർജുൻ കല്യാട്, ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർ MK റാമിന് അനുകൂലമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അർജുൻ കല്യാൺ.